പച്ചപ്പ് വിരിയിച്ച നെൽപ്പാടത്തിലെ ഓരോ പുൽനാമ്പിലും മഞ്ഞുതുള്ളി പറ്റിച്ചേർന്നിരുന്നു. ഉദയസൂര്യന്റെ പൊൻകിരണത്താൽ അവ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ പാടവരമ്പിലൂടെ കുഞ്ഞു പട്ടുപാവാടയുമിട്ട് കാലിൽ നിറയെ മുത്തുകളുള്ള കൊലുസുമിട്ട് ഓടിവരുന്ന 5 വയസ്സുകാരിയെ അയാൾ 2 കൈകൊണ്ടും കോരിയെടുത്ത് കവിളിലും വാത്സല്യ ചുംബനങ്ങൾ നൽകിയിരുന്നു. എന്തിനാ അച്ഛൻ്റെ അമ്മൂട്ടി ഇങ്ങനെ ഓടി വരണേ? അമ്മ പറഞ്ഞുല്ലോ, അച്ഛ കാവിലെ കൊടിയേറ്റം കാണിക്കാ കൊണ്ടുപോകുമെന്ന്. അതിന് അമ്മൂട്ടി രാവിലെ കുളിച്ചൊരുങ്ങിയാ. അതെയോ? എന്നിട്ട് അമ്മ എവിടെ? ആ കുഞ്ഞുവിരൽ പിന്നിലേക്ക് നീണ്ടു. അവിടെ നേരിയൊടുത്ത് അവളുടെ പിന്നാലെ ഓടി വന്നിരുന്ന അമ്മ മനസ്സിൽ അപ്പോൾ എങ്ങും വീഴാതെ തൻ്റെ പൊന്ന് അവളുടെ അച്ഛൻ്റെ കൈകളിൽ എത്തിയല്ലോ എന്ന ആശ്വാസമായിരുന്നു. ചെറുതായി കിതച്ചുകൊണ്ട് അവൾ ആ മനുഷ്യനെ നോക്കി. അതിൽ പ്രണയം നിറഞ്ഞിരുന്നു. കുഞ്ഞിനെ ഇടതുകൈയിലേക്ക് ഇരുത്തിക്കൊണ്ട് വലം കൈയിൽ തൻ്റെ ഭാര്യയെയും ചേർത്ത് പിടിച്ച് അയാൾ നടന്നു. പെട്ടെന്ന് സൂര്യനെ മറച്ചുകൊണ്ട് കാർമേഘം ഇരുണ്ടുകൂടി. പുൽനാവിൽ പറ്റിയിരുന്ന മഞ്ഞുതുള്ളികൾ എപ്പോഴോ മണ്ണോട് ചേർന്നിരുന്നു. അവിടെ ആ വയൽ വരമ്പിൽ 5 വയസ്സുകാരി ഒറ്റക്കായിരുന്നു. പേടിയോടെ ചുറ്റും നോക്കുന്ന ആ കുഞ്ഞുമിഴികൾ ഈറനണിഞ്ഞു. അവളുടെ കരച്ചിൽ ചെറിയ ചീളുകളായി അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അമ്മേ! സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അവൾ ചുറ്റും നോക്കി. ടേബിളിൽ വെച്ചിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടതും അവൾ അത് കയ്യിലെടുത്തു. എന്തോ ഓർത്തുന്ന പോലെ കൺകോളിൽ നീർത്തുള്ളികൾ തെളിഞ്ഞു. എന്തിനാ രണ്ടാളും എന്നെ ഒറ്റക്കാക്കി പോയേ? ആർക്കു വേണ്ടിയാ എന്നെ മാത്രം മരണം വെറുതെ വിട്ടത്? അച്ഛനും അമ്മയും മറ്റൊരു ലോകത്ത് ഇപ്പോഴും ഒരുമിച്ചുണ്ട്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾ അറിയുന്നുണ്ടോ? കൊതിയാവുകയാ അച്ഛ. ആ നെഞ്ചിലെ ചൂട് ദേ ഇപ്പോഴും അമ്മൂട്ടിയുടെ കവിളിലുണ്ട്. അമ്മയുടെ ചോറുരുളയുടെ രുചി പിന്നെ ഇതുവരെ ഈ നാവ് അറിഞ്ഞിട്ടില്ല. എന്നും സ്വപ്നത്തിൽ വന്നെന്നെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യാതെ തിരികെ വന്നൂടെ രണ്ടാൾക്കും? ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തടയാതെ അവൾ സ്വതന്ത്രമായി വിട്ടു. അവ ആ ഫോട്ടോയിൽ വീണ് ചിന്നിച്ചിതറുമ്പോൾ എന്നോ മുറിവേറ്റ ആ ഹൃദയം വല്ലാതെ വേദനിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അമ്മോ! വാതിൽ തട്ടിക്കൊണ്ടുള്ള ദേവുവിൻ്റെ വിളി കേട്ടതും അവൾ എഴുന്നേറ്റ് കണ്ണമർത്തി തുടച്ച് അവൾ ഡോർ തുറന്നു. ആഹാ, ഇന്നും കരഞ്ഞുകൊണ്ടാണല്ലേ ഉണർന്നത്? ദേവുവിൻ്റെ ചോദ്യത്തിന് വിളറിയ ചിരി തിരികെ നൽകി അമ്മു നിന്നു. അവളുടെ മനസ്സിലെ സങ്കടക്കടൽ അറിയാവുന്നത് കൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ ദേവുവിനും തോന്നിയിരുന്നില്ല. തൽക്കാലം എൻ്റെ മോള് ഈ കരച്ചിലൊക്കെ മാറ്റിവെച്ച് ഒന്ന് വേഗം വന്നേ. അറിയാലോ, എനിക്കിന്ന് ഉച്ചയ്ക്ക് എക്സാം ഉള്ളതാ. നീ എല്ലാം ഒന്നുകൂടി പറഞ്ഞു തന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ, ദേവു അവളോടായി പറഞ്ഞു. ഓ പിന്നെ, സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇവളല്ലേ ഡിഗ്രിക്ക് പഠിക്കുന്ന നിന്നെ സഹായിക്കുന്നത്? തിരിഞ്ഞു നോക്കാതെ തന്നെ അവർക്കറിയാമായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന്. വേറാരുമല്ല, ദേവുവിൻ്റെ അമ്മ, അതായത് അമ്മു എന്ന ആത്മികയുടെ അമ്മായി. പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ ഇവൾ തുടർന്ന് പഠിക്കാഞ്ഞത്. അമ്മ തന്നെയല്ലേ ഈ പാവത്തിൻ്റെ ഭാവി ഇല്ലാതാക്കിയത്. അതെടി, ഞാൻ തന്നെയാ. 5ാമത്തെ വയസ്സിൽ തന്തയും തള്ളയും ചത്തൊടങ്ങിയപ്പോൾ നിന്റെ അച്ഛനായിട്ടാ ഇവളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേ. പെങ്ങളോടോ അളിയനോടുള്ള അങ്ങേരുടെ സ്നേഹം കാരണം പഠിപ്പിച്ചതല്ലേ ഇവളെ. എന്നിട്ടോ ഈ നശൂലത്തിന് ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് വെള്ള പുതപ്പിച്ച ശരീരമായിട്ടല്ലേ അങ്ങേര് തിരികെ വന്നത്. അച്ഛൻ ഇവൾക്ക് മാത്രമല്ല എനിക്ക് കൂടി അഡ്മിഷൻ എടുക്കാനാ പോയത്. അതുകൊണ്ട് ഇവളുടെ ജാതകദോഷം കൊണ്ടാണ് അച്ഛൻ പോയതെന്ന് അമ്മ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. വേണ്ട ദേവു, അമ്മായിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. അമ്മായിയുടെ സങ്കടമാണ് എന്നോടുള്ള ദേഷ്യമായിട്ട് വരുന്നത്. ഞാനിതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കേൾക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ നീ അടുക്കളയിലോട്ട് പോടി. അവിടെ പിടിപ്പത് പണിയുണ്ട്. 1/2 മണിക്കൂറിൽ എത്താം അമ്മായി. ദേവു, നീ റൂമിലേക്ക് ചെന്നോ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. സ്വന്തം മകളുടെ പഠനകാര്യമായതുകൊണ്ടാകും അമ്മായി അമ്മുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി. അമ്മൂസേ, അമ്മ പറഞ്ഞതൊന്നോർത്ത് ബാത്റൂമിൽ പോയി കരയാനാണെങ്കിൽ വേണ്ടാട്ടോ. ഇല്ലടി പെണ്ണെ, ഈ വാക്കുകളൊന്നും ഇപ്പോൾ എന്നെ വേദനിപ്പിക്കാറില്ല. ഒന്നുമല്ലെങ്കിലും എനിക്ക് കൂട്ടിന് നീയില്ലേ. ദേവുവിനെ പറഞ്ഞു വിട്ട് മുഖവും കഴുകി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തിരിക്കുന്ന ബൈക്ക് അമ്മുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പേടിയോടെ ചുറ്റും നോക്കിയപ്പോൾ അവൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന 2 കണ്ണുകൾ. അതിൽ തെളിഞ്ഞ ഭാവം കാണെ അവളുടെ ശരീരം വിറച്ചു. എന്താ ആത്മിക എന്നെ ഇങ്ങനെ നോക്കുന്നേ? എപ്പോ എത്തി? ഇന്നലെ രാത്രി നിന്നെ കാണാനായി ഞാൻ റൂമിൻ്റെ അടുത്ത് വന്നതാ. പക്ഷേ നീ ഡോറൊക്കെ കുറ്റിയിട്ടല്ലേ കിടക്കുന്നത്. ആ, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അതൊരു കണക്കിന് നല്ലതാ. ഇനി എന്തായാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനിങ്ങ് എത്തിയില്ലേ. ഇനി ആരെയും പേടിക്കാതെ നിനക്കുറങ്ങാം. തൻ്റെ ശരീരത്തെ ആകമാനം ഒഴിഞ്ഞുകൊണ്ടുള്ള അവൻ്റെ സംസാരത്തിൽ അറപ്പോടെ അവൾ മുഖം തിരിച്ചു. തൊട്ടപ്പുറത്തുള്ള മുറിയിൽ നിന്നും ദേവുവിൻ്റെ വിളി കേട്ടതും അവളെ നോക്കി ചുണ്ട് നനച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഇത്രയും നേരവും മുഖം കഴുകുകയായിരുന്നോ? അതോ അവിടെ പോയിരുന്ന് കരഞ്ഞോ എൻ്റെ അമ്മൂസ്? അതല്ല ദേവു, ഹർഷേട്ടൻ.
നീ കണ്ടോ ഏട്ടനെ? ഇന്നലെ രാത്രി എത്തിയെന്ന്. ഇനി എനിക്ക് സമാധാനമായിട്ട് കോളേജിൽ പോകാം. ഞാൻ പോയാലും നിനക്ക് കൂട്ടായിട്ട് ഏട്ടൻ കാണുമല്ലോ. പോരാത്തതിന് അമ്മയ്ക്ക് ഏട്ടനെ പേടിയുമാണ്. എന്ന ദേവുവിൻ്റെ വാക്കുകൾ അമ്മുവിനെ കൂടുതൽ സങ്കടത്തിലാക്കി. ആ ഏട്ടന് തന്നോടുള്ള സമീപനം ദേവുവിനോട് പറയാൻ അമ്മുവിന് ധൈര്യമില്ലായിരുന്നു. അത്രയ്ക്ക് അവളുടെ ഏട്ടനെ അവൾ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഹർഷേട്ടൻ്റെ നോട്ടവും സംസാരവും, അന്ന് ഹർഷേട്ടൻ പറഞ്ഞ വാക്കുകൾ, അതിനുശേഷമുള്ള ഓരോ രാത്രിയും പേടിയോടെ നേരം വെളുപ്പിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ എൻ്റെ ഔദാര്യത്തിൽ കഴിയുന്നവളാ നീ. അപ്പോൾ നിന്നെ ഞാനൊന്ന് പിടിച്ചെന്നും പറഞ്ഞ് ആരും ഒന്നും പറയില്ല. അഥവാ പറഞ്ഞാലും അതൊന്നും ഈ ഹർഷനെ ബാധിക്കുന്ന കാര്യവുമല്ല. നിന്നെ എനിക്ക് വേണം, കൊതി തീരുവോളം അനുഭവിക്കാൻ. അതിന് ഈ ജന്മം മുഴുവൻ വേണ്ടി വരുമെന്ന് മാത്രം. അമ്മു. ദേവുവിൻ്റെ വിളിയാണ് ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. നീ ഇതെന്താലോചിച്ചിരിക്കുക? ആകെ വിയർത്തല്ലോ പെണ്ണ്. എന്തു പറ്റി? ഒന്നുമില്ല ദേവൂട്ടി, നീ ആ നോട്ട്സ് എല്ലാം എടുക്ക്, ഞാൻ പറഞ്ഞു തരാം. ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ദേവുവിന് എക്സാമിന് വേണ്ടിയുള്ളതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു. വിധി വില്ലനായില്ലായിരുന്നെങ്കിൽ ഇന്ന് ദേവുവിനെ പോലെ താനും ഇതൊക്കെ പഠിച്ച് നല്ലൊരു ഡിഗ്രി നേടേണ്ടതായിരുന്നു എന്ന ചിന്ത ഒരു നിമിഷം അമ്മുവിൻ്റെ മിഴികൾ നിറച്ചു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ അത് മറക്കുകയും ചെയ്തു. നീ ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് വലിയ ടെൻഷനില്ലാതെ എക്സാം എഴുതാൻ കഴിയൂ എനിക്ക്. ആശ്വാസത്തോടെയുള്ള ദേവുവിൻ്റെ സംസാരത്തിൽ അമ്മുവും ചിരിച്ചു. അപ്പോൾ ഞാൻ പോയി റെഡിയാകട്ടെട്ടോ അമ്മൂസേ? അതിന് ഉച്ചയ്ക്കല്ലേ പരീക്ഷ? നീ ഇപ്പോഴേ എവിടെ പോകുക? അമ്മുവിൻ്റെ ചോദ്യത്തിന് ഒരു കള്ളച്ചിരിയോടെ ദേവു നിന്നു. കാര്യം മനസ്സിലായതുപോലെ തലയും നാട്ടി അമ്മു അവളെ ആകമാനം ഒന്ന് നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അല്ല, കിച്ചേട്ടനെ കുറിച്ച് ഓർത്തു പോയതാ ഞാൻ. ആ പാവത്തിന് നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന്. ഡി വേണ്ടാട്ടോ എൻ്റെ കിച്ചേട്ടൻ. പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപേ അവളുടെ ഫോൺ റിങ് ചെയ്തു. പെണ്ണിൻ്റെ മുഖത്തെ ചുവപ്പ് രാശി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മറുതലയ്ക്കൽ കിച്ചേട്ടനാണെന്ന്. എന്നാൽ ഫോൺ വെച്ചിട്ട് വന്ന ദേവുവിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരുന്നു. എന്തേ പെണ്ണെ ഒരു കലിപ്പുഭാവം? ഞാൻ ഉച്ചയ്ക്കേ പോകുന്നുള്ളൂ. കിച്ചേട്ടൻ വരില്ല അല്ലേ? പൊട്ടിവന്ന ചിരി അടക്കി അമ്മ ചോദിച്ചതും അവളുടെ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്ത് ദേവുവും അടുത്തിരുന്നു. വലിയ എഞ്ചിനീയർ അല്ലേ? ഇന്ന് എന്തോ പ്രൊജക്റ്റ് നോക്കണമെന്ന്. അത് അങ്ങേർക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴായിരിക്കും ഏട്ടൻ അറിഞ്ഞത്. അതിന് നീ ഇങ്ങനെ ചൂടാകാതെ. കല്യാണം കഴിഞ്ഞ് ഇതിലും കൂടുതൽ തിരക്കുകൾ വരുമ്പോൾ നീ വേണ്ടേ ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ? അതൊക്കെ എനിക്കറിയാടി. ഇത് ചുമ്മാ കിച്ചേട്ടനൊന്ന് വട്ടിപ്പിടിപ്പിക്കാനല്ലേ. പറയുന്നതെന്തും തലയാട്ടി സമ്മതിച്ചാലേ പ്രണയത്തിലൊരു ത്രില്ല് ഉണ്ടാവില്ല. കിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമ്പോൾ മാറിക്കോളും. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് ഈ നോട്ട്സൊക്കെ ഒന്ന് വായിക്ക്. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അമ്മുവിൻ്റെ പോക്ക് നോക്കിയിരിക്കുന്ന ദേവു ഒരു സഹതാപം ഉണ്ടായിരുന്നു. പാവം, തന്നേക്കാൾ നല്ല നിലയിൽ ജീവിക്കേണ്ടിയിരുന്നവൾ. ഇനി എന്നാ ദൈവമേ ഈ പെണ്ണ് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത്? അത് കാണാൻ വേണ്ടി ഞാൻ നേർന്ന നേർച്ചകൾ ഇനിയെങ്കിലും ഒന്ന് പരിഗണിക്കണേ എൻ്റെ കണ്ണ. ദേവു മനസ്സിലായി പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞ് അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മുവിൻ്റെ മനസ്സ് നിറയെ ദേവുവിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഒറ്റയ്ക്കായി പോകേണ്ടിരുന്ന തനിക്ക് ദൈവം തന്ന കൂട്ട്, തൻ്റെ ശ്വാസമായി മാറിയവൾ. ഇന്നവൾക്ക് കൂട്ടിന് കിച്ചേട്ടൻ വന്നു. ഒരിക്കൽ മാത്രമേ പുള്ളിയെ താൻ കണ്ടിട്ടുള്ളൂ, അതും ദേവുവിൻ്റെ പിറന്നാളിന് അമ്പലത്തിൽ വെച്ച്. അന്ന് കിച്ചേട്ടൻ അവൾക്ക് സമ്മാനം കൊടുത്തപ്പോൾ പെണ്ണിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്നെങ്കിലും തൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരാൾ വരുമായിരിക്കും. ആരായിരിക്കും ഈ ശപിക്കപ്പെട്ട പെണ്ണിനു വേണ്ടി ജനിച്ചവൻ? ഓരോന്ന് ആലോചിക്കുന്നതിനിടയിൽ തൻ്റെ തൊട്ടുപിറകെ ഹർഷൻ വന്നു നിന്നതോ തൻ്റെ അഴകളവുകൾ ആർത്തിയോടെ നോക്കുന്നതോ ഒന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. വികാരത്തിനുമേൽ രക്തം ഇരച്ചു കയറിയതും അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ വയറിന് കുറുകെ അമർന്നിരുന്നു. അപ്രതീക്ഷിതമായി തന്നിൽ അമർന്ന ആ കൈകൾ അറപ്പോടെ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ തന്നെ വലിഞ്ഞു മുറുക്കുന്നതായി ആത്മികയ്ക്ക് തോന്നി. കിടന്ന് പിടയ്ക്കാതെ പെണ്ണെ, ഈ നിമിഷത്തിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. വിട് അമ്മായി. വിളിച്ചു കൂവണ്ട, തള്ള ഇവിടെ ഇല്ല. ഈ നിമിഷം നമ്മുടെ മാത്രമാണ് ആത്മിക. നീ ഈ ഹർഷൻ്റെ സ്വന്തമാകുന്ന നിമിഷം. എന്നോട് ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ ഹർഷേട്ടാ. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? കുതറിക്കൊണ്ട് അവൾ പറയുന്ന വാക്കുകൾ പുച്ഛത്തോടെ അവൻ തള്ളിക്കളഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഇന്ന് തൻ്റെ ആഗ്രഹം നടക്കണം, അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവളെ തിരിച്ചു നിർത്തി ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ബലമായി തന്നെ അതിനെ എതിർത്തു. നീ ആരെ കണ്ടോണ്ടാടി ഇങ്ങനെ ബലം പിടിക്കുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്ന നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും നിനക്ക് കയറി ചെല്ലാൻ വേറൊരു സ്ഥലവുമില്ലെന്ന് ഓർക്കണം നീ. ചത്താലും നിങ്ങൾക്ക് ഞാൻ വഴങ്ങില്ല. ആ വാക്കുകൾ പേടിയല്ലായിരുന്നു, പകരം ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തപ്പോൾ പോലും ആത്മാഭിമാനം മുറുകെ പിടിക്കുന്ന ഒരു പെണ്ണിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു അത്.
എന്നാൽ അതൊന്നും ഹർഷനെ പിന്തിരിപ്പിച്ചില്ല. ബലമായി അവളുടെ മുഖം അടുപ്പിച്ച് ആ ചെഞ്ചുണ്ടിൽ ചുണ്ട് ചേർക്കുമ്പോൾ കാലങ്ങളായി താൻ മോഹിച്ചത് നേടിയ സംതൃപ്തിയായിരുന്നു അവൻ്റെ മുഖത്ത്. കണ്ണിൽ കത്തുന്ന കാമവും. ചോരച്ചവർപ്പ് കലർന്ന ഉമിനീര് ആവേശത്തോടെ നുകരുന്ന ഹർഷന്റെ നെഞ്ചിൽ ആത്മിക ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ബലത്തിനു മുന്നിൽ അവൾ തോറ്റുപോയി. ഒരാശ്രയത്തിനായി പരതിയെ കയ്യിൽ കിട്ടിയത് മൂർച്ചയേറിയ കത്തിയായിരുന്നു. അതെടുത്ത് തന്നെ ബലമായി പിടിച്ചിരുന്ന അവൻ്റെ കയ്യിൽ വെട്ടുമ്പോൾ അവൾ പതറിയില്ല. ചോര വാർന്നൊലിക്കുന്ന കയ്യുമായി വീണ്ടും അവളിലേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾ ഓടി റൂമിൽ കയറിയിരുന്നു. ഡീ, നീ മുറിവേൽപ്പിച്ചത് എൻ്റെ കയ്യിലാണെങ്കിലും അതിന് അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയാ. ഹർഷൻ ഇവിടെ തന്നെ ഉണ്ടടി. ഞാൻ മോഹിച്ചത് സ്വന്തമാക്കിയിട്ടേ ഇനി ഇവിടുന്ന് ഒരു മടക്കമുള്ളൂ. ഹർഷന്റെ വാക്കുകൾ അവളിൽ കൂരമ്പ് പോലെ തറച്ചുകൊണ്ടിരുന്നു. കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി അവൾ ആ വാതിൽ ചാരിയിരുന്നു. ഏങ്ങലടികൾ ആ 4 ചുവരുകൾക്കുള്ളിൽ നിറഞ്ഞു. കണ്ണുനീര് ചുണ്ടിൽ പറ്റിയതും നീറ്റലോടെ അവളൊന്ന് പിടഞ്ഞിരുന്നു. ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കിയപ്പോൾ കണ്ടു പൊട്ടിയലിക്കുന്ന കീഴ്ചുണ്ട്. അറപ്പോടെ ആ ചോര തുടച്ചുമാറ്റി. പൈപ്പ് തുറന്ന് വെള്ളം ശക്തമായി ചുണ്ടിലേക്ക് വീഴ്ത്തി. വെറുപ്പോടെ നിസ്സഹായതയോടെ വീണ്ടും വീണ്ടും അവൾ ആ ചുണ്ട് കഴുകി. കരഞ്ഞു തളർന്ന് അവൾ ആ കട്ടിലേക്ക് വീണു. എപ്പോഴോ ഒന്ന് മഴങ്ങി. പുറത്ത് അമ്മായിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഉണർന്നത്. ചോദിച്ചത് നീ കേട്ടില്ലേ ഹർഷ? ഇതെങ്ങനെയാ നിന്റെ കൈ മുറിഞ്ഞതെന്ന്? അത് ആ ബൈക്ക് കഴുകുന്നതിനിടയ്ക്ക് എന്തിലോ തട്ടിയതാ. ബൈക്ക് കഴുകിയെന്നോ? എന്നിട്ട് മുറ്റമൊക്കെ ഉണങ്ങി തന്നെ കിടപ്പുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത്? ഹർഷന്റെ ശബ്ദമുയർന്നതും അവർ പോകാൻ തുനിഞ്ഞു. അപ്പോഴാണ് അമ്മ മുറിയിൽ നിന്നും ഇറങ്ങിയത്. ഓ, കെട്ടിലമ്മ ഉറക്കത്തിലായിരുന്നോ? എന്ത് സുഖമുള്ള ജീവിതം അല്ലടി. തന്നിലെ പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ചവന്റെ മുന്നിൽ നിന്നുള്ള ആ വാക്കുകളോട് അവൾക്ക് പുച്ഛം തോന്നി. ഹർഷനോടുള്ള ദേഷ്യം വാക്കുകളാൽ ആത്മികയോട് തീർത്തിട്ട് ചവിട്ടിത്തുള്ളി അവർ മുറിയിലേക്ക് പോയി. വഷളം ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന ഹർഷനെ ശ്രദ്ധിക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് നീ രക്ഷപ്പെട്ടു ആത്മിക. പക്ഷേ നിന്റെ ശരീരം അത് എൻ്റെ ഈ കൈക്കുള്ളിൽ ഞെരിഞ്ഞമരാനുള്ളതാണ്. അത്രയ്ക്ക് മോഹിച്ചുപോയി ഞാൻ. അവൾ പോയ വഴിയെ നോക്കി മീശ കടിച്ചത് പറയുമ്പോൾ അവനിലെ വികാരം വിവേകത്തിനെ കീഴ്പ്പെടുത്തിയിരുന്നു. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് ദേവു വന്നപ്പോൾ മുതൽ അവൾ ഹർഷന്റെ പിന്നാലെയാണ്. അവൻ്റെ കൈമുറിഞ്ഞത് അവളെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. നിസ്സഹായായ ഒരു പെണ്ണിനെ ദുശ്ചിന്തയോടെ സമീപിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് ആ മുറിവ് എന്നറിയാതെയുള്ള ദേവുവിൻ്റെ ഈ സ്നേഹപ്രകടനം അക്ഷരാർത്ഥത്തിൽ സങ്കടത്തിലാക്കിയത് അമ്മുവിനെയും. ചോര കട്ടപിടിച്ച തൻ്റെ കീഴ്ചുണ്ടിലും നിർവികാരതയോടെ അവൾ വിരലോടിച്ചു. അമ്മൂസേ, നീ കണ്ടില്ലേ ഏട്ടൻ്റെ കൈ മുറിഞ്ഞത്? പാവം, ഏട്ടൻ ഒത്തിരി വേദനിച്ചു കാണും, ദേവു പറഞ്ഞു. തനിക്ക് പിറകെ വന്നു നിന്ന് ഏട്ടൻ്റെ വേദനയെക്കുറിച്ച് ആകുലപ്പെടുന്ന ദേവുവിനോട് ഒന്നും പറയാനില്ലാതെ അമ്മു അവളുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അമ്മുവിൻ്റെ പ്രതികരണമില്ലാതെ വന്നപ്പോഴാണ് ദേവു അവളെ തിരിച്ചു നിർത്തിയത്. ഇതെന്താ അമ്മൂസേ, നിന്റെ ചുണ്ട് എങ്ങനെയാ പൊട്ടിയത്? ആവലാതിയോടെയുള്ള അവളുടെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അമ്മു നിന്നു. അമ്മു, എന്താടി, നിനക്കിതെന്താ പറ്റിയത്? ഒന്നുമില്ല ദേവു, ഞാൻ പാത്രം എടുക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ ആ സ്ലാബിൽ തട്ടിയതാ. സൂക്ഷിക്കണ്ട പെണ്ണേ. സൂക്ഷിക്കണം, സൂക്ഷിച്ചേ പറ്റൂ. എന്താ? അത് വിടൻ്റെ ദേവൂട്ടി. അല്ല, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അത് ചോദിക്കാനുണ്ടോ? പഠിപ്പിച്ചു വിട്ടത് എൻ്റെ അമ്മൂസല്ലേ. അമ്മുവിൻ്റെ 2 കവിളിലും പിടിച്ചാട്ടിക്കൊണ്ട് ദേവു പറഞ്ഞതും അവൾ ദേവുവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നത്. അതാരാണെന്ന് നോക്കാനായി അമ്മുവും ദേവുവും പുറത്തേക്കിറങ്ങി. ഇവരെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? കാറിൽ നിന്നിറങ്ങിയവരെ കണ്ടതും ദേവു അറിയാതെ ചോദിച്ചു പോയി. അതെന്താടി, എൻ്റെ നാത്തൂനും മോൾക്കും ഇങ്ങോട്ട് വന്നൂടെ? പിന്നിൽ അമ്മയുടെ ശബ്ദം കേട്ടതും ദേവു കൂടുതലൊന്നും പറയാതെ അവരെ ഒന്ന് നോക്കിയിട്ട് മാറി നിന്നു. വന്നവരെ സ്വീകരിക്കാനായി അമ്മായി മുറ്റത്തേക്ക് ഇറങ്ങിയതും അമ്മു അവളുടെ മുറിയിലേക്ക് പോകാൻ തുനിഞ്ഞു. എന്നാൽ ദേവു അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. നീ ഇതെവിടെ പോകുവാ? അല്ല ദേവു, അവർക്കൊന്നും എന്നെ കണ്ണിൽ പിടിക്കില്ല. വന്ന് കയറിയപ്പോൾ തന്നെ എന്നെ കണ്ട് വെറുതെ അവരുടെ നാവിന് ജോലി കൊടുക്കുന്നത് എന്തിനാ ദേവു? ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു നല്ല മറുപടി കൊടുക്കണം, അല്ലാതെ പേടിച്ചിരിക്കേണ്ട ആവശ്യം നിനക്കില്ല. അപ്പോഴേക്കും അവർ അകത്തേക്ക് കയറിയിരുന്നു. തന്നെ കണ്ടതും ആ അമ്മയുടെയും മകളുടെയും മുഖം മാറുന്നത് അമ്മു ശ്രദ്ധിച്ചു. അമ്മായിയുടെ ആങ്ങളയുടെ ഭാര്യയും മകളുമാണ്. അതുകൊണ്ട് തന്നെ അമ്മായിയുടെ 10 മടങ്ങാണ് ഇവർ രണ്ടും. അല്ല, ഇതാര്? അമ്മായിയും ദിയ ചേച്ചിയുമോ? ഇതെപ്പോ കുവൈറ്റിൽ നിന്നെത്തി? ഞങ്ങൾ ഏർലി മോർണിംഗ് തറവാട്ടിലെത്തി ദേവുക്കുട്ടി. പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയത്. അതെന്താ അമ്മായി, 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ലേറ്റ് ആയോ?